പ്രിയ DCL കൂട്ടുകാരെ, ആലുവായിൽ അയൽപക്കത്തുള്ള തന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും പുസ്തകം വാങ്ങാനാണ് 12 വയസ്സുകാരിയായ ആ മകൾ അമ്മയോട് ഫോണും വാങ്ങി രാത്രി 8:30 കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങി. എന്നാൽ അവൾ കൂട്ടുകാരിയുടെ വീട്ടിലും എത്തിയില്ല, അമ്മയുടെ അരിയിലും എത്തിയില്ല. ആദ്യ കയറിയ അമ്മ വിവരം പോലീസിൽ അറിയിക്കുന്നു. സമർത്ഥരായ ആലുവ പോലീസ് കേസ് അന്വേഷിക്കുന്നു. കുട്ടിയുടെ കയ്യിലുള്ള അമ്മയുടെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ സ്ഥലം കാസർഗോഡ്. ഒറ്റയ്ക്ക് കുട്ടി ആ സമയം കൊണ്ട് കാസർഗോഡ് എത്തില്ല എന്നറിയാവുന്ന പോലീസിനോട് അമ്മ പറഞ്ഞു. കൊച്ചിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. 12 വയസ്സുകാരിയുടെ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ച പോലീസുകാർ നോക്കി. ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്ന 26 വയസ്സുള്ള കൊല്ലംകാരനുമായി 12 വയസ്സുകാരുടെ ചാറ്റിംഗ് കണ്ട പോലീസുകാർ പോലും അന്തം വിട്ടു. ജാഗ്രതയോടെ കുട്ടിയെ കണ്ടെത്താൻ ആലുവ പോലീസ് സ്വന്തം വാഹനത്തിൽ യാത്ര ആരംഭിച്ചു. ആലുവ, കാസർഗോഡ്, മംഗലാപുരം, ഗോവ വഴി മുംബൈയിലെ ധാരാവിയിൽ, അവിടെ നിന്നും ഡൽഹിക്ക് പോകും വഴി പോയി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൊച്ചിനെയും ബെസ്റ്റിയെയും പോലീസ് പൊക്കി. കൊച്ചിന്റെ ഇൻസ്റ്റയിലെ ബെസ്റ്റിക്ക് പോക്സോ കേസും അറസ്റ്റും വിമായി. ബാലതലമുറയുടെ സുരക്ഷിതത്വത്തെപ്പറ്റി സുബോധത്തോടെ ചിന്തിക്കുന്ന പല വിദേശ രാജ്യങ്ങളും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചു. ഓസ്ട്രേലിയ, ബ്രസീൽ, UK, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 2025 മുതൽ കുട്ടികളുടെ ഓൺലൈൻ ഉപയോഗം, സ്ക്രീൻ ടൈം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ പരിശോധിക്കുകയും നിരോധിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആ രാജ്യങ്ങളെല്ലാം ബുദ്ധിവികാസം പ്രാപിക്കാത്തവരാണോ? ശാസ്ത്രീയ പുരോഗതിയെ അംഗീകരിക്കാത്തവരാണോ? അല്ല. പുരോഗതിയുടെയും വികസനത്തിൻ്റെയും ഒന്നാം നിലയിലുള്ള രാജ്യങ്ങളാണ് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചത്. പ്രിയ കൂട്ടുകാരെ, ഈ അടുത്ത കാലത്തെ ചില കൂട്ടുകാരുടെയും സ്വഭാവവും പെരുമാറ്റവും മാതാപിതാക്കളും മുതിർന്നവരെയും ഏറെ ആകുലചിന്തരാകുന്നത്. ആരാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാർ എന്ന സത്യം വീട്ടിൽ പറയാത്ത കൂട്ടുകാരുടെ എണ്ണം കൂടുകയാണ്. പല കുട്ടികളുടെയും അവരുടെ പെരുമാറ്റത്തിലും ശീലങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് അവരുടെ മാതാപിതാക്കളെ മാതാബോധം പകരുന്ന കർമ്മങ്ങളല്ല, പകരം അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ പ്രായക്കാരായ കൂട്ടുകാരാണ് പല കുട്ടികളുടെയും ദൈവം മക്കൾ. മുമ്പ് മാതാപിതാക്കൾ പറയുന്ന ദൈവം പറയുന്ന പോലെ മക്കൾ കേട്ടിരിക്കുന്നു എന്ന് പിയർ ഗ്രൂപ്പിൻ്റെ പലരുടെയും ദൈവം സോഷ്യൽ മീഡിയയാണ്. ദൈവം ഇന്നു വരെ കാണാത്ത വെറും മോഹവാക്കുകൾ മാത്രം ഇൻസ്റ്റയിലെ വിളിക്കുന്നു. അജ്ഞാതനായ സുഹൃത്താണ് ദൈവം മക്കൾ. കൺമുന്നിൽ കാണുന്ന മാതാപിതാക്കളെ മുഴുകൂതരെയും അവഗണിച്ച് മറഞ്ഞിരിക്കുന്ന വ്യാജ സ്നേഹിതരെ വിശ്വസിച്ചാൽ മക്കൾക്ക് വഴിതെറ്റും എന്ന് തീർച്ച. ചെറുപ്പം തന്നെയാണ് മക്കളെ. ചെറുപ്പം ഒരിക്കലും വലുപ്പം ആകില്ല. മാതാപിതാക്കൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ വളർത്തണോ, അതോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വളർത്തണോ? അവരുടെ ജീവിത പാഠങ്ങൾ ഒരു
ചില്ലകളും പിഴച്ചു വളരുന്നതാണ് എന്ന് എല്ലാ കർഷകന് അറിയാം. നല്ല കർഷകൻ ചില്ലകളുടെ ചൊല്ലുകൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഫലം കായ്ക്കാത്ത ചൊല്ലുകൾ വെട്ടി ദൂരെ എറിയണം. അതുപോലെ മക്കളുടെ പല ചീത്ത ശീലങ്ങളും ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ പറയുന്ന പോലെ മക്കൾ അവ ഉപേക്ഷിക്കണം. അല്ലാതെ പലപ്പോഴും പ്രിയർ ഗ്രൂപ്പിന്റെ കയ്യടി നോക്കി കുടുംബത്തെ മറക്കുന്നവർ വ്യാജന്മാരുടെ പിന്നാലെ പോയി നിത്യമായ ചതിക്കുഴിയിൽ പറ്റി. കൂട്ടുകാർക്ക് ശരിയായ വഴിയിൽ കുടുംബത്തിന്റെ